പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2025 നവംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിലും ഗ്രഹങ്ങളില്ല, കർക്കിടകത്തിൽ വ്യാഴം, കേതു ചിങ്ങത്തിലാണ്, ചന്ദ്രൻ ചിത്രനക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു, ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു, വൃശ്ചികത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു, കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ്. ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ രാഹു, 4-ൽ ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ കേതു, 10-ൽ ചന്ദ്രൻ, 11-ൽ ശുക്രൻ, 12-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ. ഇവിടെ ധനുരാശിയിൽ ഇന്ന് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല. ഒരു ഗ്രഹവും ധനുരാശിയിലേക്ക് നോക്കുന്നില്ല. അതിനാൽ പലപ്പോഴും നാം പറയാറുണ്ട്, രാശിക്ക് ബലമെണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോഗങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ധനുരാശിക്കാർക്ക് ഇന്ന് അവരുടെ ഭാഗ്യാധിപൻ, അവരുടെ കർമാധിപൻ, അവരുടെ സന്താനപതി ഇതൊക്കെ തന്നെ ദുർബലമായി 12-ൽ നിൽക്കുകയാണ്. അതിനാൽ പലപ്പോഴും ധനുരാശിക്കാർ മർക്കടമുഷ്ടി ഒഴിവാക്കണം. മർക്കടമുഷ്ടിയുള്ളവരാണ് ധനുരാശിക്കാർ. ബന്ധുജിട്ട്, ബന്ധുക്കളോട് ദ്വേഷിക്കും. ന ബലാൽ സമേതിജ വശം സാമീക സാധ്യ അശ്വജ. സ്നേഹത്തിലൂടെ അടുത്തു വരും, ബലാത്കാരൻ അടുത്തു വരില്ല. ബന്ധുക്കളോട് ദ്വേഷിക്കും, മക്കൾക്ക് ക്ലേശങ്ങൾ വരും, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. ഈ ഒരു വൃശ്ചിക മാസം വലിയ പ്രയാസങ്ങൾ വരും. 9-ാം ഭാവാധിപൻ 12-ലാണ്. പലപ്പോഴും വലിയ വിവാദങ്ങൾ തൻ്റെ ധർമ്മദേവ സങ്കേതത്തിൽ വരും. പൂർവവാസിത ദേവകോപം അശുഭം. പൂർവികർ വാസിച്ചു വന്നിരുന്ന ദേവചൈതന്യത്തിന് അശുഭം വരും. ദൗഷ്കൃത്യം സ്വ ഗുരോഹോ പിതുശ്ച നിധനം. പിതാവിന് ഗുരുവിന് രോഗം വരാം, മരണം വരാം. ദൈന്യേ ശുഭേ ദുർബലേ. 9-ാം ഭാവം ദുർബലമാണ്. പിതാവിൻ്റെ ആരോഗ്യം നോക്കണം. പലപ്പോഴും അച്ഛൻ ശത്രുവായിട്ട് വരും, ഗുരു ശത്രുവായിട്ട് വരും. ഈ ഗവേഷകരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായി വലിയ വിവാദങ്ങളിൽ പെടും. ഗുരുശാപം വരും പോലെ ചില ഗൈഡ് തനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ 11-ൽ ശുക്രനുണ്ട്. ഒരുപക്ഷെ സന്താന വിഷയത്തിലേക്ക് അനുകൂലമായ സമയമാകാം. മക്കൾ പലപ്പോഴും തന്നെ ശത്രുക്കളായി വരും. മക്കൾ ദൂരത്തേക്ക് പോകും. മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ പാർഷ്യൽ സെപ്പറേഷൻ വരും. പക്ഷെ അവിടെ ശുക്രൻ്റെ ഒരു ദൃഷ്ടിയുണ്ട്, ലാഭാധിപൻ. പലപ്പോഴും യുവതികൾക്കൊക്കെ ഗർഭം ധരിക്കാനൊക്കെ ഈ ഒരു സമയം ഉപയോഗിക്കാം. ഈ ഒരു സമയം അനുകൂലമായി കണക്കാക്കാം. കാരണം ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. സ്വന്തം ഗൃഹത്തിൽ നിൽക്കാതെ ദൂരത്ത് പോയി നിൽക്കും. അഷ്ടമത്തിൽ വ്യാഴമാണ്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. തനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. വലിയ ധനനഷ്ടമുണ്ടാകും. വീട്ടിൽ എല്ലാവരും കഞ്ഞി കുടിച്ച് നിൽക്കുമ്പോൾ നിസ്സാരമായ കാര്യത്തിന് വഴക്കുണ്ടാക്കി, മാതാവിനോടും ഒക്കെ വഴക്കുണ്ടാക്കി വീട് വിട്ട് പോകുമ്പോൾ ആലോചിക്കണം. വളരെ ആലോചിച്ചില്ലെങ്കിൽ താൻ വീട്ടിൽ നിന്ന് പുറത്താകും. ജാഗ്രത പാലിക്കണം വളരെയധികം. വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. ഒരു ബുദ്ധിമുട്ടും പിതാവിന് വരാൻ പാടില്ല. ഗുരുനാഥന്മാരുമായി സമരസപ്പെടുക. നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.